ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ പോവർട്ടി ലൈനിനെ പറ്റിയാണ്. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹെൽത്ത് കെയർ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള മിനിമം വരുമാനത്തെയാണ് പോവർട്ടി ലൈൻ എന്ന് വിളിക്കുന്നത്. ആ രേഖയ്ക്ക് താഴെയുള്ള വ്യക്തികളെ ദരിദ്രരായാണ് കണക്കാക്കുക. അതായത് ബിലോ പോവർട്ടി ലൈൻ ഓ BPL കാറ്റഗറി. മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു പോവർട്ടി ലൈൻ നിശ്ചയിക്കാനുള്ള ചുമതല. നിലവിൽ അത് നിതി ആയോഗിനാണ്. മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നീ ഫാക്ടറുകളാണ് നിലവിലെ ക്രൈറ്റീരിയകൾ. പോവർട്ടി രണ്ട് തരത്തിലാണുള്ളത്: അബ്സല്യൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയാണ്. സമൂഹത്തിലെ ഭൂരിഭാഗം പേരെയും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ താഴ്ന്ന വരുമാനമുള്ളവരെയാണ് റിലേറ്റീവ് പോവർട്ടി കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ സ്ഥിതിയിൽ ദാരിദ്ര്യരേഖയ്ക്കും റേഷൻ കടകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. മാർക്കിന് വേണ്ടിയല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കേവർക്കും ഇക്കാര്യങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്.